അടുത്തത് ദി സീക്രട്ട് മെയ്ഡ് സിമ്പിൾ. അതിലാദ്യം മൈക്കേൽ ബെർണാഡ് ബെക്വിത്ത് പറയുന്നതാണ്. അദ്ദേഹം പറയുന്നത്, നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിക്ക് ചില നിയമങ്ങളുണ്ട്, ലാസ് ഉണ്ട്. ഉദാഹരണമായിട്ട് ലാ ഓഫ് ഗ്രാവിറ്റി. നമ്മൾ മുകളിൽ നിന്ന് എന്തിട്ടാലും താഴെ വീഴും, നമ്മൾ മുകളിൽ നിന്ന് വീണാലും താഴെ തന്നെ വീഴും. അതിപ്പം ഒരു ചീത്ത ആൾ ആയാലും നല്ല ആളായാലും മുകളിൽ നിന്ന് കാൽ തെറ്റിയാൽ താഴെ തന്നെ വീഴും. അതാണ് പ്രകൃതിയുടെ ഒരു നിയമം. അതുപോലെ തന്നെ ഒരു നിയമമാണ് ലാ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഈ നിയമവും. ഇതിൽ നമ്മൾ ബാഡ് തിങ്സ് തന്നെ ആലോചിക്കുന്നത് ബാഡ് സംഭവിക്കും. അത് പ്രകൃതിയുടെ ഒരു നിയമമാണ്. ഡോക്ടർ ജോ വിറ്റേൽ അദ്ദേഹം പറയുന്നു, അപ്പോൾ അങ്ങനെയാകുമ്പോൾ ചിലർക്ക് സംശയം തോന്നും, കുറേ പേര് ഒരുമിച്ചൊക്കെ ചിലപ്പോൾ ഒരു സുനാമിയൊക്കെ അന്ന് കുറേ പേര് ഒരുമിച്ച് വരികയില്ല. അപ്പോൾ എല്ലാവരും അങ്ങനെ ചിന്തിച്ചവരാണ്. അപ്പോൾ എല്ലാവരും ഒരേ കാര്യമായിരിക്കില്ല ചിന്തിച്ചത്. എല്ലാവരുടെ മനസ്സിലും അതേ ഫ്രീക്വൻസിയിൽ ആണ് അവർ എത്തി നിൽക്കുന്നത്. അങ്ങനത്തെ ഒരു സാഹചര്യം അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അതാണ് അങ്ങനെ സംഭവിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. നമ്മളൊരഴുക്ക സാഹചര്യത്തിൽ പെടും എന്നൊക്കെ ഭയത്തോടെ എപ്പോഴും ജീവിച്ചാൽ നമ്മൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ തന്നെ ജീവിക്കേണ്ടി വരും. അതെല്ലാം നമുക്കിനി നല്ലതാണെന്ന് നമ്മൾ തന്നെ അങ്ങ് ഉറച്ച് വിശ്വസിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് നല്ലത് തന്നെ വന്ന് ഭവിക്കും. നമുക്കിതിൽ രണ്ടിലുമാണെങ്കിലും വിശ്വസിക്കുന്ന, അതിൽ ഒന്നിൽ വിശ്വസിക്കും, നമുക്ക് ഈ ഭൂമിയിൽ നടക്കുന്ന ഒന്നിലും നമുക്കൊരു കൺട്രോളുമില്ല, അത് സംഭവിക്കുന്നു, അതുപോലെ നമ്മൾ അനുഭവിക്കുന്നു. അങ്ങനെ ഒരു ഭീതിയോടെ ജീവിക്കണോ? അതല്ല, എല്ലാറ്റിനും നമുക്കൊരു കൺട്രോളുണ്ട്, നമ്മൾ വിചാരിച്ചാൽ ഇതൊക്കെ മാറ്റാനും തിരുത്താനും ഒക്കെ പറ്റും എന്നുള്ളൊരു കൺട്രോളോട് കൂടി ജീവിക്കുന്നതാണോ ഇഷ്ടം? നമ്മൾ ഇവിടെ വെച്ച് സെലക്ട് ചെയ്യണമെന്നാണ്. അത് നമ്മുടെ തോട്ടിന് കൺട്രോൾ ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ജീവിതം മാറ്റാം എന്നാണ് ദി സീക്രട്ട് എന്ന ബുക്ക് പ്രതിപാദിക്കുന്നത്. അപ്പോൾ നിരന്തരമായി നമ്മളിതെങ്ങനെ പറ്റി വിചാരിക്കുമ്പോഴും ഭീതിപ്പെടുമ്പോഴും ഒക്കെയാണ് അത് സംഭവിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് ബോബ് ഡോയൽ പറയണമില്ല. സീക്രട്ടിനെ പറ്റി അറിയാമെങ്കിൽ നമുക്കറിയാം ഇത് അൺവാണ്ടഡ് തോട്ടാണ്, ഇതിനെ മാറ്റി നിർത്തണമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പമാണ് നമുക്ക് നമ്മുടെ ഫ്യൂച്ചറിനെ കൺട്രോൾ ചെയ്യാം. ഡോക്ടർ ജോ വിറ്റാൽ പറയുന്നു, തോട്ടിനെ കൺട്രോൾ ചെയ്താൽ നമ്മുടെ വിധി മാറുമെന്ന്. ആളുകൾ ചോദിക്കുകയോ അത് ഇത്തിരി പ്രയാസമുള്ള കാര്യമല്ലേ, അതെങ്ങനെയാണ് നമ്മളെ തോട്ടിനെ നമ്മൾ തന്നെ തിരിച്ചൊക്കെ വിടുന്നത് എങ്ങനെയാണ്? ഹൗ ടു മോണിറ്റർ അവർ തോട്ട്സ്. അത് ആളുകൾക്കതൊരു സ്വീകാര്യമായി തോന്നുന്നില്ല പലർക്കും. പക്ഷെ അതിന് ചില ഷോർട്ട് കട്ടുകളുണ്ട്. അതാണ് സീക്രട്ട് എന്ന ബുക്കിലൂടെ പറയാൻ പോകുന്നത്. മാർസി ഷിമോഫ് ഞാൻ പറയുകയാണ്, അതെ, ഇപ്പം നമ്മൾ തോട്ടിനെ കൺട്രോൾ ചെയ്യാൻ ഇച്ചിരി പാട് തന്നെയാണ്. കാര്യം ഒരു ദിവസം ഒരാൾ 60,000 തോട്ട്സ് കൂടെ കടന്നു പോകും. അതിനെയൊക്കെ കൺട്രോൾ ചെയ്യാമെന്ന് വെച്ചാൽ ഭയങ്കര ഒരു ക്ഷീണമായൊരു പരിശ്രമം. എനിക്ക് ആർക്കും പറ്റുകയില്ല. പക്ഷേ അതിന് ഒരു വിദ്യയുണ്ട്. നമ്മൾ ഫീലിങ്സിനെ വാച്ച് ചെയ്താൽ മതി. നമ്മളിങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മൂഡ് മാറുമല്ലേ, പെട്ടെന്ന് നമ്മൾ നെഗറ്റീവായിട്ടുള്ളൊരു മൂഡിലോട്ട് പോകുന്നു. അപ്പോഴും ആ സമയത്ത് നമ്മൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് ആ തോട്ടിനെ മാറ്റാൻ നോക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം തോട്ടിനെ കൺട്രോൾ ചെയ്യണേക്കാളും ഈ ഫീലിങ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഫീലിങ്സാണ് നമ്മുടെ ജീവിതം ഉണ്ടാക്കുന്നത്. ജീവിതം ഓരോ ദിവസവും നമ്മൾ അനുഭവങ്ങളാണല്ലോ ഓരോ ജീവിതം ആയിട്ട് തോന്നുന്നു. ഇന്ന് നമുക്കൊരു സന്തോഷമുള്ള ദിവസമായിരുന്നു, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ഇഷ്ടപ്പെട്ട ഒരാളിനെ കണ്ടു, അല്ലെങ്കിൽ നല്ലൊരു വസ്തു വാങ്ങിച്ചു. ഇങ്ങനെയൊക്കെയുള്ള ഫീലിങ്സ് നിറഞ്ഞതല്ലേ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫീലിങ്സിനെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ജീവിതം കൺട്രോൾ ചെയ്യാൻ ഏറെക്കുറെ സാധിക്കും. അപ്പോൾ തോട്ട്സാണ് പ്രൈമറി കാസ് എന്ന് പറയുന്നത്, അതിൻ്റെ എഫക്റ്റാണ് ഫീലിങ്സ്. അപ്പം ആ കാസിനെ നമുക്ക് വേരോടെ മാറ്റാൻ പറ്റുകയില്ലെങ്കിലും ആ എഫക്റ്റ് സംഭവിക്കാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ബോബ് ഡോയൽ പറയുന്നത്, അതേ ഇമോഷനാണ് നമുക്ക് പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം. അത് നമ്മുടെ ഒരു ഇൻക്രെഡിബിൾ ഗിഫ്റ്റാണ്. അത് നമ്മളെന്താണ് ചിന്തിക്കുന്നതെന്ന് മോണിറ്റർ ചെയ്യാൻ പറ്റിയൊരു ഫീലിങ്സാണ്. അപ്പോൾ നമുക്കൊരു സാഡ് മൂഡ് വരുമെന്ന് മുമ്പ് പറഞ്ഞതല്ലേ, പെട്ടെന്ന് നമ്മൾ എന്ത് ചിന്തകളൊക്കെയാണ് ആ സാഡ്നെസ് വരുത്തിയെന്ന് നമ്മൾ അപഗ്രഥിക്കണം. അത്രമാത്രം മതി. എന്നിട്ട് ആ ചിന്തകളെ വേർതിരിക്കണം, അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യണം. നിക്കോൾസ് പറയുന്നു, നമുക്ക് 2 സെറ്റ്സ് ഓഫ് ഫീലിങ്സ് ഉണ്ട്, ഗുഡ് ഫീലിങ്സും ബാഡ് ഫീലിങ്സും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാവുമല്ലോ. ഗുഡ് ഫീലിങ്സ് നമ്മളെ
മേക്സ് യു ഫീൽ ഗുഡ്, ദി അതർ മേക്സ് യു ഫീൽ ബാഡ്. അപ്പം ബാഡായിട്ട് ആക്കുന്നത് ഡിപ്രഷൻ, ആങ്കർ, റിസൻമെൻറ്റ്, ഗിൽറ്റ്, ഈ ഫീലിങ്സൊക്കെ നമ്മളെ ഡൗൺ ആക്കും. നോ വൺ ക്യാൻ ടെൽ യു വെദർ യു ആർ ഫീലിംഗ് ഗുഡ് ഓർ ബാഡ്. You only can, because you are the only one who knows how you are feeling at the any time. അപ്പം നമുക്ക് തന്നെ മോണിറ്റർ ചെയ്യാനല്ലേ. നമുക്കൊരു ബാഡ് മൂഡാണെങ്കിൽ നമ്മൾ ഒരിക്കലും അപ്പോഴും നല്ല ചിന്തകളായിരിക്കില്ല. നമ്മൾ നോക്കിയാൽ എന്തെങ്കിലും ഒരു വിഷമമുള്ളൊരു ചിന്തകളിൽ കുരുങ്ങി കിടക്കായിരിക്കും മനസ്സ്. അപ്പം നമ്മുടെ മനസ്സ് അതേ ഫ്രീക്വൻസിയിലോട്ട് എത്തിച്ചേരും. അങ്ങനെ ചിന്തിക്കുന്നവരുടെ ഒരു ഫ്രീക്വൻസി കാണും, ആ ഫ്രീക്വൻസിയിലെത്തും. ആ ഫ്രീക്വൻസിയിലെത്തിയാൽ കൂടുതൽ ബാഡ് ചിന്തകളും നെഗറ്റീവ് തോട്ട്സും ഇന്നിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അത് നമ്മളെ അങ്ങ് കീഴടക്കും. സീക്രട്ട് പറയുന്നത് ആ സമയത്ത് നമ്മൾ പ്രവർത്തിച്ചില്ലെങ്കിൽ, ഇപ്പം നമുക്ക് അത് ഇഷ്ടമല്ല, നമ്മുടെ മനസ്സിനെ വീണ്ടെടുക്കണം, ആ ബാഡ് ചിന്തകളിൽ നിന്നും മാറ്റണമെന്ന് നമ്മൾ ശ്രമിക്കാതിരുന്നാൽ മനസ്സെന്താണ് വിചാരിക്കുന്നത്? ലാ ഓഫ് അട്രാക്ഷന് ഒരു ചിന്തയല്ലേ ഉള്ളൂ, ഇയാളിത് സ്വീകരിക്കുന്നു, അപ്പോൾ ഇനിയും കുറച്ചുകൂടെ കൊടുക്കാമെന്ന് വിചാരിച്ച് വീണ്ടും നമ്മൾ അതിലോട്ട് തന്നെ കൊണ്ടിടും. അപ്പം നമ്മൾ തന്നെയാണ് നമ്മളതിൽ കൊണ്ടുപോയി ഇടുന്ന, ആ ഫ്രീക്വൻസിയിലാക്കി നമ്മളെ അങ്ങ് കൂടുതൽ ഡൗൺ ആക്കി ഡിപ്രസ്ഡാക്കും. അപ്പോൾ ഒരു ലാ ഓഫ് അട്രാക്ഷൻ പറയും, ബ്രിങ് മീ മോർ സർക്കംസ്റ്റാൻസസ് ദാറ്റ് വിൽ മേക്ക് മീ ഫീൽ ബാഡ്, ബ്രിങ് ഇറ്റ് ഓൺ. അങ്ങനെ ആ രീതിയിലാണ് അത് എടുക്കുന്നത്. ലാ ഓഫ് അട്രാക്ഷനാണ് സീക്രട്ട് എന്ന് പറഞ്ഞില്ലേ. നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് അത് സംഭവിക്കുന്നു എന്നുള്ളതിന്. അപ്പം നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് വിഷമിക്കണമെന്നുള്ള ചിന്തകളിലോട്ട് ആണ്ടുപോയാൽ അപ്പം മനസ്സിലായിരിക്കും, ഇവർക്കിത് വിഷമിക്കാൻ ഇഷ്ടമാണെന്ന് വെച്ചാൽ അതിലോട്ട് തള്ളിയിട്ട് ആ ഫ്രീക്വൻസിയിലെത്തി നശിപ്പിക്കും. അത് അതിൻ്റെ കുറ്റമല്ല, അതാണ് അങ്ങനെയാണ് ഈ നാച്ചേഴ്സ് ലാ. ലിസ നിക്കോളാസ് പറയുന്നത് ഇതിൻ്റെ ഒരു അതർ സൈഡ് എന്ന് പറയണത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് രണ്ട് ഇമോഷനില്ലേ, ഈ ബാഡ് ഇമോഷനിലാണ്ട് പോയെന്ന് വെച്ചോ ഇരിക്കുകയെങ്കിൽ നമുക്ക് ഒരു പവർ ഉണ്ടെങ്കിൽ, നമുക്ക് ഈ സീക്രട്ടിനെ പറ്റിയുള്ള ബോധം ഉണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ മനസ്സിനെ തിരിച്ച് ഗുഡ് ഫീലിങ്സിലോട്ട് എത്തിക്കുക. എങ്ങനെയെന്ന് വെച്ചാൽ എക്സൈറ്റ്മെൻറ്റ്, ജോയ്, ഗ്രാറ്റിറ്റ്യൂഡാണ് ബെസ്റ്റ്. ലവ്, എന്തെങ്കിലും ഒന്ന് നമുക്ക് ജീവിതത്തിൽ സംഭവിച്ച നല്ല കാര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സിൽ കേന്ദ്രീകരിക്കണം. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാം. ബോബ് ഡയൽ പറയുന്നത് കാര്യം വളരെ നിസ്സാരമാണ്. എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് ഇപ്പം അട്രാക്റ്റ് ചെയ്യണമെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ഹാപ്പിയാണ്, നമ്മൾ ഓക്കെ ആണെന്നുള്ളത് ഇത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളെ ചിന്തകളൊക്കെ നല്ലതാണെന്ന്. അപ്പോൾ ഒന്നും ചെയ്യേണ്ടതില്ല. നമ്മൾ ബാഡായിട്ടിരിക്കുമ്പോൾ, നെഗറ്റീവ് ആവുമ്പോൾ മാത്രം ഇത് ചെയ്താൽ മതി, മോണിറ്റർ ചെയ്യണം, അതിനെ മാറ്റി പോസിറ്റീവിലോട്ടാക്കാൻ ശ്രമിക്കണം. നമ്മൾ ഫീലിംഗ് ഗുഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ പോസിറ്റീവ് തോട്ടുകൾ വരും. നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്ന ആ ലക്ഷ്യത്തിലോട്ട് എത്തിക്കുന്ന രീതിയിലായിരിക്കും നമ്മളപ്പോൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം നമ്മളെ നയിക്കുന്നത്. അതേസമയം ഫീലിംഗ് ബാഡ് എന്ന് പറയുമ്പോൾ അതിനെ പ്രതിരോധിക്കുന്ന രീതിയിലുള്ള ചിന്തകളും പ്രവൃത്തികളും ഒക്കെ ആയിരിക്കും. അപ്പം നമുക്ക് തന്നെ ഒരു ബ്ലോക്കായിട്ട് വരും. ഈ ലാ ഓഫ് അട്രാക്ഷൻ ഈസ് വർക്കിംഗ് എവറി സെക്കൻഡ്. നമ്മുടെ ഫ്യൂച്ചറിനെ ഇതുപോലെ വാർത്തെടുക്കുകയാണ്. അപ്പം നമ്മുടെ ചിന്തകളൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വിശകലനം ചെയ്യുകയും അതിനൊന്ന് ഒബ്സർവ് ചെയ്യണം, നല്ലതാണ്. എപ്പോഴും മാറ്റി നിർത്താൻ നോക്കണം. ഈ ബാഡ് ചിന്തകളിലേക്ക് പോകുമ്പോൾ ഉടനെ എന്നൊരു കിക്ക് കൊടുത്ത് മറ്റേലോട്ടിടണം. സന്തോഷ വാർത്ത കൂടിയുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഫീലിംഗ് ഗുഡ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് തോട്ടാണ്. അപ്പോൾ അത് നമ്മളെ ലക്ഷ്യത്തിലോട്ട് എത്താൻ സഹായിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള കാര്യം ചെയ്യാൻ സഹായിക്കും. ഒന്ന് സ്റ്റെപ്പ് ഫർദർ പറഞ്ഞാൽ, നമ്മൾ ആ സമയത്ത് നമ്മൾ വാട്ട് ഇഫ് യുവർ ഫീലിങ്സ് ആർ ആക്ച്വലി കമ്മ്യൂണിക്കേഷൻ ഫ്രം ദി യൂണിവേഴ്സ് ടു ലെറ്റ് യു നോ വാട്ട് യു ആർ തിങ്കിങ്. അപ്പോൾ യൂണിവേഴ്സ് നമ്മളുമായിട്ട് ഒരു സാദൃശ്യം, ഒരു ലിങ്ക് വരുന്നുണ്ട്. യൂണിവേഴ്സിന് മനസ്സിലാവും നമ്മളെന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ അത് റെഡിയാവും. ഫീലിങ്സ് എന്ന് പറയുന്ന കമ്മ്യൂണിക്കേഷൻ വിത്ത് യൂണിവേഴ്സ് എന്ന് പറഞ്ഞില്ലേ. അപ്പം നമ്മൾ നല്ല ഫീലിങ്സ് കൊണ്ടുവരുമ്പം യൂണിവേഴ്സിന് മനസ്സിലാവും നമ്മൾ നല്ല ട്രാക്കിലാണെന്ന്. അതല്ല ബാഡ് ഫീലിങ്സ് വരുമ്പം യൂണിവേഴ്സിന് കരുത് നമ്മൾ ബാഡ് മൂഡിലോട്ട് പോവുകയാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിന് നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുകയില്ല. അതേസമയം ഗുഡ് ഫീലിങ്സ് ആണെങ്കിൽ അതെല്ലാം സപ്പോർട്ടും തന്ന് നമ്മളെ ഉയർത്തും, ആ ഫ്രീക്വൻസിയിലെത്തിക്കും. ഈ ഫീലിങ്സ് എന്ന് പറയുന്നത് നാം യൂണിവേഴ്സും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഇതാണെന്നാണ് പറയുന്നത്, ലിങ്ക്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഫീലിംഗ് ബാഡ് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സ് പറയണം നിൻ്റെ തോട്ട്സ് ശ്രദ്ധിച്ചോ, നീ ബാഡ് മൂഡിലോട്ട് പോവുകയാണ്,
എന്ന് പറയുന്നതിനാണ് ഈ ബാഡ് ഫീലിംഗ് ആയിട്ട് പറയുന്നത്. അതുപോലെ നമുക്ക് ഗുഡ് ഫീലിംഗ്, ഹാപ്പി ഫീലിംഗ് വരുമ്പോൾ യൂണിവേഴ്സ് തന്നെ പറയണം ഇപ്പോഴത്തെ ചിന്തകളെല്ലാം കൊള്ളാം. അപ്പോൾ ഇത് യൂണിവേഴ്സിൽ നമ്മളിലുള്ളൊരു ആശയ സമ്പർക്കമാണ് ഈ ഫീലിങ്സ്. അപ്പോൾ നമുക്ക് നെഗറ്റീവ് ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ യൂണിവേഴ്സ് പറയുന്ന നിൻ്റെ ചിന്തകളെല്ലാം ബാഡാണ്, ഇപ്പം നീ അത് കൺട്രോൾ ചെയ്തോ. നമ്മളെങ്ങനെയെങ്കിലും ആ തോട്ട്സിൽ നിന്നൊക്കെ മാറി നല്ല ചിന്തകളിലോട്ട് നമ്മളെ മനസ്സിനെ കൊണ്ടെത്തിക്കാൻ ശ്രമിക്കണം. നമ്മുടെ നല്ല ഫീലിങ്സ് വരുമ്പോൾ നമ്മൾ യൂണിവേഴ്സ് നല്ലതിലോട്ട് തന്നെ നയിക്കും. അത് വിശ്വസിച്ച് മനസ്സിനെ നമ്മൾ ബാഡ് ചിന്തകളിൽ നിന്നും ഗുഡ് ചിന്തകളിലോട്ട് മാറ്റുക, യൂണിവേഴ്സിനെ വിശ്വസിക്കുക. അപ്പം ബോബ് ഡോയൽ പറയണം, യു ആർ ഗെറ്റിംഗ് എക്സാക്ട്ലി വാട്ട് യു ആർ ഫീലിംഗ് അബൌട്ട്, നോട്ട് സോ മച്ച് വാട്ട് യു ആർ തിങ്കിങ് അബൌട്ട്. അപ്പം നമ്മൾ ഫീലിങ്സ് വെച്ചാണ് നമുക്കെല്ലാം കിട്ടുന്നത്. ഫീലിങ്സിന് പ്രാധാന്യം കൊടുക്കുക. നമ്മൾ എന്തെല്ലാം ചിന്തിച്ച് കൂട്ടിയെന്നുള്ളത് വെച്ചല്ല നമ്മുടെ ജീവൻ പരാജയിരിക്കണം, ആ ഫീലിങ്സ്. അപ്പോൾ നമ്മൾ ഡൗൺ ഡിപ്രസ്ഡാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചീത്ത കാര്യങ്ങളിലോട്ട് അങ്ങനെയോട്ട് തന്നെ പോകും. അതെല്ലാം നമ്മൾ പോസിറ്റീവായിട്ട് സന്തുഷ്ടരായിട്ടിരിക്കുകയെങ്കിൽ നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ തോന്നും. ബോബിഡകൾ പറയുന്നു, ആദ്യം രാവിലെ തന്നെ ഇത് തുടങ്ങണം. നമ്മൾ ചിന്തകളെ ശ്രദ്ധിക്കണം. അപ്പോൾ തന്നെ അത് പോസിറ്റീവ് ആക്കിയാൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് പോസിറ്റീവ് ചിന്തയിലോട്ട് തന്നെ പോകും. അല്ല നമ്മൾ നെഗറ്റീവുമായിട്ടാണ് തുടങ്ങുന്നതെങ്കിൽ അതിങ്ങനെ ലിങ്ക് ചെയ്ത് നമ്മൾ കൂടുതൽ നെഗറ്റീവിലോട്ട് പോകും. നെഗറ്റീവ് അനുഭവങ്ങളായിരിക്കും ആ ദിവസം. മൈക്കൽ ബെർണാഡ് ബെക്വിത്ത് പറയുന്നു, നമ്മൾ ഇപ്പോൾ വിചാരിച്ചാൽ തന്നെ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ, യു ക്യാൻ ബിഗിൻ റൈറ്റ് നൗ ടു feel healthy. You can begin to feel prosperous. You can begin to feel the love that's surrounding you, even if it's not there. And what will happen is the universe will correspond to the nature of your soul. The universe will correspond to the nature of that inner feeling and manifest, because that's the way you feel. അപ്പം നമ്മുടെ ഫീലിങ്സിനെ മാറ്റുന്നത് വഴി നമുക്ക് നല്ല പോസിറ്റീവിലോട്ട് പോകാമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാവിലെ തുടങ്ങുമ്പോൾ തന്നെ നമ്മളൊരു പോസിറ്റീവ് വൈബ് കിട്ടാനുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ ആ ദിവസം മുഴുവനും അത് തന്നെ തുടരും. നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഒബ്സർവ് ചെയ്ത് മനസ്സിനെ ചിന്തകൾ മാറാതിരുന്നാൽ ചിന്തകളെ ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് മോണിറ്റർ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അതെങ്ങനെ ചിന്തകളെ മോണിറ്റർ ചെയ്യാമെന്ന് വെച്ചാൽ, നമ്മളിപ്പം നമ്മുടെ ഫീലിങ്സിനെ ഒന്ന് ഒബ്സർവ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് കണ്ണുകൾ അടച്ചൊരു നിമിഷം ഇരുന്ന് ഉള്ളിലേക്ക് നോക്കണം. ഫോക്കസ് ഓൺ ഫീലിങ്സ് ഇൻസൈഡ് ആൻഡ് പർപ്പസ്ഫുള്ളി ലിഫ്റ്റ് ദം. As you focus intensely on your feelings with the intention to lift yourself, you can powerfully elevate them. One way is to close your eyes, focus on your feelings inside and smile for 1 minute. That will make you positive. Just one simple step will make you positive. Try.